കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പലപ്പോഴും പൊരിവെയിലത്ത് ഊണ് റെഡി എന്ന ബോർഡുമായി ആളുകളെ ഹോട്ടലിലേക്ക് ക്ഷണിക്കാനായി നിൽക്കുന്ന ചില തൊഴിലാളികളെ നമ്മൾ കാണാറുണ്ട്. അവരെ പോലെ പലരും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ദയ തോന്നും. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ വിഷമം മാത്രമാകുമുള്ളിൽ. മുംബൈ നഗരത്തിലെ ഫുഡ് ഡെലിവറി ബോയ്സ്, പെട്രോൾ ബാങ്കുകൾ, ടോളുകൾ, സെക്യൂരിറ്റി ജീവനക്കാർ, വീട്ടുജോലിക്കാർ, തൂപ്പുകാർ, ബസ് ഡ്രൈവർമാർ, ഇവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറലായത്. കൈൻഡൻസ് അലേർട്ട് എന്നെഴുതിയ ഒരു വീഡിയോ. ദയാഗോ ബെറി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ആ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഏവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒന്നായിരുന്നു. മനോഹരമായ ഒരു പ്രഭാതം, ഇരുട്ടുമാറി വരുന്നതേയുള്ളൂ. തെരുവ് വിളക്കുകൾ അവിടെവിടായി തെളിഞ്ഞു നിൽപ്പുണ്ട്. മുംബൈ നഗരത്തിലെ ഫ്ളാറ്റുകൾ, മുന്നിലുള്ള റോഡിന്റെ നടുവിലായി ഡിവൈഡറിനടുത്ത് പ്രായമുള്ള സാധാരണ വേഷം ധരിച്ച ഒരു മനുഷ്യൻ ആരെയോ കാത്തു നിൽപ്പുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഒരു ബസ് അതുവഴി വരുന്നു. അരികിലെത്തിയ ബസ്സിലെ ഡ്രൈവർക്ക് അദ്ദേഹം ഒരു ബിസ്ക്കറ്റ് നൽകി. പിന്നാലെ വീണ്ടും ഒരു ബസ് വരുന്നുണ്ട്. അതിൻ്റെ ഡ്രൈവർക്കും അദ്ദേഹം ഒരു ബിസ്ക്കറ്റ് നൽകി. തുടർന്ന് ഇരുവശവും നോക്കിയ ശേഷം അദ്ദേഹം റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നു. ഇതോടെ വീഡിയോ അവസാനിക്കുന്നു. നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കമൻറ്റ് അദ്ദേഹം ഇത്തരത്തിൽ ബിസ്ക്കറ്റ് നൽകുന്ന ഒരു ബസ് ഡ്രൈവറുടെ സഹോദരൻ്റെ ആയിരുന്നു. തൻ്റെ ചേട്ടൻ പറഞ്ഞ് ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോഴാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചതെന്നായിരുന്നു കമൻറ്റ്. എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 8 മണി വരെ അദ്ദേഹത്തിൻ്റെ പതിവാണിത്. മറ്റൊരു പ്രത്യേകത ഈ വീഡിയോയ്ക്ക് താഴെയായി അദ്ദേഹത്തിൻ്റെ മകളും ചെറുമകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. മകൾ കുറിച്ചത് ഇങ്ങനെയാണ്: ദിവസവും അദ്ദേഹം ബിസ്ക്കറ്റുകൾ വാങ്ങും. ഫുഡ് ഡെലിവറി ബോയ്സ്, വീട്ടുജോലിക്കാർ, തൂപ്പുകാർ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഴിയിൽ വരുന്ന എല്ലാവർക്കും അദ്ദേഹം അത് നൽകും. അതേസമയം ഇത് തൻ്റെ മുത്തച്ഛനാണെന്നും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെയും അംഗീകരിച്ചതിന് നന്ദിയുണ്ടെന്നും ചെറുമകൾ റുബൈന മെർച്ചന്റ് കുറിച്ചു. എന്തായാലും സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഈ വീഡിയോ വൈറലാണ്.